കല്യാണത്തിന് റെഡി ആയിട്ട് ഞങ്ങൾ പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ഞാനും ആര് ചുരിദാർ, ചേച്ചിക്ക് സാരി ആയിരുന്നു കേട്ടോ. വേദം അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ടായിരുന്നേ. വണ്ടി ഓടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞങ്ങളവിടെ ചുമ്മാ നോക്കി നിൽക്കായിരുന്നു. അപ്പം ഞാനൊരു ഡാൻസ് ഒക്കെ കളിക്കാമെന്ന് വിചാരിച്ചിട്ട് 2-3 സ്റ്റെപ്പൊക്കെ ഇട്ടു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോയിട്ടോ. ഞങ്ങളുടെ പിന്നാലെ തന്നെ കല്യാണച്ചേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഓഡിറ്റോറിയം. നല്ല അടിപൊളി ഡെക്കറേഷൻസ്, ലൈറ്റിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങളത് കല്യാണച്ചേക്കന് താലൊക്കെ ആയിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് വരവേൽക്കാണ് കേട്ടോ. അപ്പോൾ ഈ ചേട്ടന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, വേർത്തൊലിച്ചാകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. അപ്പോഴേക്കും തൊട്ട് പുറകെ കല്യാണ പെണ്ണ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ചേച്ചിനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ സ്റ്റേജിലോട്ട് കയറി. പിന്നെ താലികെട്ടിൻ്റെ ചടങ്ങൊക്കെ ആയിരുന്നു കേട്ടോ. താലികെട്ടും ചടങ്ങുകൾ ഒരുവിധം ആയപ്പോൾ പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. അവിടെ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സദ്യ ഉണ്ടായിരുന്നു, നോൺ വെജ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് സദ്യ കഴിച്ചിട്ടു. പക്ഷേ വേദ് തൊട്ടപ്പുറത്ത് തന്നെ നോൺ വെജ് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. ആരൊക്കെ വെജ് ആണെങ്കിലും അവൾ നോൺ വെജ് കഴിക്കും. തൊട്ടപ്പുറത്തേന്ന് ചിക്കൻ ബിരിയാണി കഴിക്കുന്നുണ്ടപ്പോൾ എനിക്ക് ചെറിയ വിഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാനുള്ള നേരമായി കേട്ടോ. അപ്പോൾ വേദ് പാർക്കൂട്ടർ കൈയൊക്കെ പിടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നേ. പിന്നെ എല്ലാ കല്യാണം കഴിയുമ്പോഴും അവസാനം അമ്മയും പെണ്ണും നല്ല കരച്ചിലായിരിക്കും. പക്ഷേ ഇവിടെ അമ്മ മാത്രമാണ് കേട്ടോ കരഞ്ഞത്. കല്യാണ പെണ്ണ് വലിയ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. ആരൊക്കെ കരഞ്ഞില്ലെങ്കിലും എൻ്റെ ചേച്ചി ഭയങ്കര കരച്ചിലായിരുന്നു. ഏത് കല്യാണത്തിന് പോയാലും ചേച്ചിയുടെ അവസ്ഥ ഇതാണ് കേട്ടോ. ഇതെല്ലാം കണ്ട് ഞങ്ങൾ നേരെ കല്യാണ വീട്ടിലോട്ട് മടങ്ങി കേട്ടോ. ചിക്കൻ്റെ വീട്ടിലെത്തിയ വേറെ ചടങ്ങുകളുണ്ടല്ലോ, വിളക്ക് കൊടുത്ത് വലതുകാലൊക്കെ വെച്ച് കയറേണ്ട ചടങ്ങുണ്ടല്ലോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് മുൻപ് തന്നെ നിന്നിരുന്നു കേട്ടോ. അങ്ങനെ അതും നല്ല ഭംഗിയായി നടന്നു. പിന്നെ അകത്ത് കയറിയിട്ട് അവർ അടുത്ത ഒരുക്കങ്ങളിലേക്കായിരുന്നു കേട്ടോ. അതായത് റിസപ്ഷനിൽ ഒരുങ്ങണ്ടേ. റിസപ്ഷനിൽ എത്തിയപ്പോൾ ചേച്ചിയുടെ കോസ്റ്റ്യൂം ഇതായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കോസ്റ്റ്യൂം ആയിരുന്നു. ഒരു വൈറ്റ് സ്കേർട്ടും ടോപ്പും ആയിരുന്നു കേട്ടോ. കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം കേക്ക് കട്ടിങ് ആയിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ അത് വീതം വയ്ക്കലായിരുന്നു കേട്ടോ. ആ കേക്ക് ഒരു അവിയൽ പരുവായിരുന്നു കേട്ടോ. ഇത് കാണാൻ നല്ലതാണേലും ഉള്ളാകെ മെൽറ്റ് ആയിരുന്നു കേട്ടോ. ഇതൊക്കെ ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കുമ്പോൾ ബൊഫെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വാനിലയുടെ കോൺ ഐസ്ക്രീം കൂടെ കഴിച്ചു കേട്ടോ. പിന്നെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 8 മണിയായപ്പോൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു പോന്നു കേട്ടോ.